നിങ്ങൾ അതവിടെ വെക്കി, ഞാൻ ഉണ്ടാക്കിക്കോളാം ഉപ്പേരി. മോളരിഞ്ഞാലും ഞാനരിഞ്ഞാലും ഉപ്പേരി ആവും. പിന്നെ ആര് അരിഞ്ഞാലെന്താ? ഈ ഉമ്മാന്റെ ഒരു കാര്യം. ഈ കുട്ടിന്റെ ഓരോരോ കാര്യം. ഈച്ചകളെ കൊണ്ട് ഒരു സാധനം വെക്കാൻ വെച്ച. ഉമ്മ, നമുക്കിന്ന് ബിരിയാണി വെക്കാം. ഞാൻ ഇക്കാനോട് സാധനം കൊണ്ടുവരാൻ പറയാ. ഇന്ന് വേണ്ട മോളെ, ഇന്നിപ്പോ നമ്മള് ചോറും കറിയും ഉപ്പേരിയും ഒക്കെ ആയില്ലേ, നമുക്ക് നാളെ ഉണ്ടാക്കാം. ആ ശരി ഉമ്മ. ആ അല്ല, ഇതാരിത്തെ? ഇതെന്താ ഒരു മുന്നറിയിപ്പില്ലാതെ? ഇതേ ഇന്റെ കൂടി വീടാണ്. ഇങ്ങോട്ട് വരെ ഞാനെന്തിനാ മുന്നറിയിപ്പ് തരുന്നത്? എല്ലാത്താ, ഞാൻ വെറുതെ ചോദിച്ചതാ. ആരാ മോളെ? ഉമ്മത് ഞാനാ. ആ ആ മോളോ? മോള് വാ, കേറി വാ. ആ മോളെ, എന്നും രാവിലെ ഉമ്മാന്റെ കുട്ടി ഉമ്മാക്ക് വിളിക്കണാണ്. ഇന്ന് ഇങ്ങോട്ട് വരാൻ വേണ്ടിട്ടാവൂലേ വിളിക്കാഞ്ഞത്? പിന്നെ ആ താഴെ കൊടുക്ക ഒരു സുഖന്ന് പറഞ്ഞതില്ല. ഒരു മുളക് പൊടി എടുത്താൽ കുറ്റം, ഒരു മഞ്ഞപ്പൊടി എടുത്താൽ കുറ്റം, ചോറ് ലേശം ബാക്കിയായി അതിനും കുറ്റം. നിന്നെ കൊണ്ട് ഒന്ന് പറഞ്ഞപ്പോ ഞാൻ അങ്ങോട്ട് പറഞ്ഞു, ഞാൻ അങ്ങോട്ട് കൊണ്ട് പോകും. ആ മോളെ, അതൊക്കെ പോട്ടെ. മോനറിഞ്ഞിക്കണ മോള് ഇങ്ങോട്ട് വരുന്നത്? മെസ്സേജ് ഇട്ട് പറഞ്ഞേ, അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല. മോളെ മോളെ, ഈ കുട്ടി ഇതോടെ പോയിരിക്ക. ഇതെന്താ പറ്റി മോളെ? ഒന്നുമില്ല, ഇതെല്ലാ മാസം ഉണ്ടാവണ പീരിയഡ്സിന്റെ വേദനയാണ്. എന്നാലേ മോള് കൊടുന്ന ഉമ്മേ ഉലുവ വറുത്ത് വെള്ളം കൊടുന്നേരാം. ആയിക്കോട്ടെ. ഓ, പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത മഴയാണ്. ഈച്ചകളെ കൊണ്ടാണെങ്കിൽ അതും വേറെ കഴിയും. ഓൾക്കേ പീരിയഡ്സിന്റെ വേദനയാണ്. ഇന്ന് മൊത്തം ആ ഒരു വേദന ഉണ്ടാവും ആ കുട്ടിക്ക്. പിന്നെ ഇതിപ്പോ വേറെ ആർക്കും പീരിയഡ്സ് ആവുന്ന പോലെയാണല്ലോ അവളെ കാട്ടല്. ഇതേ ഇമ്മാനെ കൊണ്ട് പണിപ്പിക്കാനുള്ള അടവാണുള്ളത്. ഇമ്മ നോക്കിക്ക, ഈ പോക്ക് പോകുകയാണെന്നുണ്ടെങ്കിലേ ഇമ്മാക്ക് ഇവിടെ ഒരു വേലക്കാരന്റെ വില അവള് തരുള്ളൂ. ഇങ്ങനെയെന്നുണ്ടെങ്കിലേ അവനും അവളും കൂടിയേ ഈ പോരും പറമ്പും കൂടിയേ അവന്റെ അവളും പേരിലാക്കിട്ടെ ഇമ്മാനെ എവിടെയും കൊണ്ടാക്കും. മോളെ, മോൻ വിളിച്ചിരുന്നോ? വിളിച്ചിരുന്നു. ഇക്ക വിളിച്ചീന്നോ? വിളിച്ചീന്ന്. ഇത്ത ഇങ്ങോട്ട് പോകുന്നുണ്ടെങ്കിൽ അവിടെ ഉമ്മാന്റെ അടുത്ത് ആരുണ്ടാവുക? അല്ല, നിന്റെ പ്രശ്നം എന്താ? നിനക്ക് ഞാൻ ഇവിടെ നിക്കണേന് വല്ല പ്രശ്നമുണ്ടോ? ഒന്നുമില്ല. എന്ത് മക്കളെ? ഇത് കേട്ടില്ലമ്മ, ഞാൻ എന്താ ഇവിടുന്ന് പോണത്? ഞാൻ എന്തിനാണ് ഇവിടെ വന്ന് നിക്കണെന്നാണ് അവള് ചോദിക്കണത്. അല്ലെങ്കിലും
ഇവളിവിടെ വന്ന് നിക്കണ്ടിച്ചിട്ട് പനക്കിപ്പോ എന്താ പ്രശ്നം? ഉമ്മ ഞാൻ അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. കണ്ടീലുമ്മ അവള് മുഖത്ത് നോക്കി കള്ളം പറയണത്. അല്ലെങ്കിൽ ഇന്റെ മോൾക്ക് ഇവിടെ വന്ന് നിൽക്കേണ്ട യാതൊരു ആവശ്യമില്ല. ഇന്റെ മോൾക്ക് എല്ലാ സുഖ സൗകര്യങ്ങളെ ഓളെ കെട്ടിയോനെ ഓളോട് ഒരുക്കി വെച്ചെടുത്തിക്കണ്. പിന്നെ ഇടക്കും നൽകൊക്കെ ഒന്ന് വന്ന് നിക്കണ്ടെന്ന് കരുതിയിട്ട് മോളൊരു കാര്യം ചെയ്യ്. മോളെ ഇപ്പൊ തന്നെ മോളെ പെരേക്ക് പോയിക്കോ. ഇവളെ ചോദ്യം പറച്ചിലൊന്നും കേട്ടുകാണ്ട് മോള് ഇവിടെ നിക്കണ്ട. മോളെ അമ്മായിമാനോടെ ഇപ്പൊ തന്നെ ഉണ്ട് വിളിച്ചറിഞ്ഞാളാ ഞാനാണ്ട് വരണുണ്ട് എന്നുള്ളത്. ആ ശരി ഉമ്മ. ഹലോ ഹലോ ഉമ്മ. ഉമ്മ ഞാൻ ഇവിടെ എത്തി. ശരി മോളെ, എന്നാ ശരി ഉമ്മ. വെക്കാണ്. ഉമ്മ ഞാൻ അങ്ങനെ മുത്താനോട് പറഞ്ഞിട്ടില്ല. എത്ത വെറുതെ. മതി, പേടിച്ചു പോയാ മോളെ. അവളൊരു പൊട്ടി പെണ്ണാണ്. അവള് ഉള്ളതല്ലേ പറഞ്ഞിക്കണെന്നുള്ളത് ഉമ്മാക്ക് നല്ലോ അറിയാം. അവളെ പെറ്റുപോറ്റിയത് ഞാനല്ലേ. ഇപ്പൊ തന്നെ കണ്ടീല്ലേ, ഞാൻ മോളോട് ദേഷ്യപ്പെട്ടപ്പോൾ ഓളെ കെട്ടിച്ച പെരേക്ക് പോയി. ഇത്ര ഉള്ളു ഓള്. ആളൊരു പാവാണ്. പിന്നെന്താ, ഈ ഇട്ടാപ്പൊട്ടിന്റെ സ്വഭാവമാണ്. പെട്ടെന്ന് ദേഷ്യം വരും ചെയ്യും. അത്രേ ഉള്ളു. മോളാന്നും കാര്യാക്കണ്ട. ഇന്നാ പിന്നെ മിനിയാന്നല്ല മോള് പറഞ്ഞത് നമുക്ക് ബിരിയാണി ഉണ്ടാക്കിയാലോ എന്നുള്ളത്. ആ ബിരിയാണി നമുക്ക് ഇന്ന് ഉണ്ടാക്കിയാലോ? ഒരു കാര്യം